നല്ല പരിപ്പ് കറിയുടെ മണം വരുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ മുളകൊക്കെ ഇട്ട് കുത്തിക്കാച്ചിട്ടുണ്ടാക്കിയ നല്ല അടിപൊളി പരിപ്പ് കറി എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഊണിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള അടിപൊളി കറിയാണ്. പിന്നെ പച്ചക്കായ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മത്തിക്കറി ഇന്നലത്തെ കറിയാണ്. കുടംപുളിയൊക്കെ ഇട്ട് വെച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കിയ മത്തിക്കറി. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ചോറിൻ്റെ സൈഡായിട്ട് വേറെ എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ കോഴിമുട്ടയിൽ കുറച്ച് ഉള്ളിയും ഉപ്പും മാത്രം ഇട്ടിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഓംലെറ്റാണ്. അപ്പോൾ അത് ചോറിൻ്റെ സൈഡായിട്ട് നല്ല ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഓംലെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഊണ് കഴിച്ചാലോ? അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് നല്ല കുത്തിരി ചോറ് വിളമ്പിയിട്ടുണ്ട്. പിന്നെ പച്ചക്കായ ഉപ്പേരി, ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് വാഴയൊക്കെ ഇങ്ങനെ വീണു. അപ്പോൾ നമ്മളെ പഴം പഴുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് പച്ചക്കായ ഉപ്പേരി ഉണ്ടാക്കിയാണ്, നല്ല നാടൻ പച്ചക്കായ. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. പിന്നെ നമ്മളെ പരിപ്പ് കറി അത് കുറച്ചെടുത്ത് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം. പരിപ്പ് കറി എന്ന് പറയാൻ പറ്റില്ല, നല്ല പോലെ ഡ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ മത്തിക്കറിയാണ്, നല്ല പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇന്നലത്തെ കറിയാണ് സംഭവം. ഇന്നലത്തെ മീൻ കറി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് മത്തിക്കറി എടുത്ത് ചോറിൻ്റെ സൈഡിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല, നമ്മൾ മുട്ട വറുത്തതും എടുത്ത് ചോറിൻ്റെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. വളരെ സിമ്പിളായിട്ടുള്ള ഊണാണ്, പക്ഷേ എല്ലാം നല്ല ടേസ്റ്റുള്ള കറികളാണ്. അപ്പം നമുക്ക് ആദ്യം ആ പരിപ്പും ചോറും കൂടി നല്ല പോലെ കുഴച്ച് ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. സംഭവം അടിപൊളിയാണ് കേട്ടോ. പരിപ്പ് കറി ഒരു രക്ഷയില്ല. പരിപ്പിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉണക്കമീനാണ്. സംഭവം ഇന്ന് ഉണക്കമീൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കിതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ഇനി നമ്മളെ മത്തിക്കറി, മത്തിയിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നല്ല ഫ്രഷ് മത്തിയാണ് കേട്ടോ. ചെറിയ മത്തിയാണെങ്കിലും നല്ല ടേസ്റ്റുള്ള മത്തിയാണ്. അത് ആ ചോറിൻ്റെ കൂടെ ഇങ്ങനെ വെച്ച് കുഴച്ചിട്ട് അതുപോലെ പച്ചക്കായും കുറച്ച് എടുത്തിട്ടുണ്ട്. എല്ലാം കൂട്ടി കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം. സംഭവം അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റിന് കഴിക്കാനായിട്ട്. ആ മത്തിയുടെ ചെറിയ പുളിയും ഒക്കെ ആയിട്ട് ഒരു രക്ഷയില്ല. ഇനി ആ മുട്ട വറുത്തത് ചൂട്ടോട്ടെടുത്തിട്ട് ആ ചോറിൻ്റെ കൂടെ വെച്ചിട്ട് ആ ചൂട് പച്ചക്കായും പരിപ്പും എല്ലാം കൂട്ടി കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം. സംഭവം അടിപൊളിയായിട്ടുണ്ട്. എല്ലാം സിമ്പിളാണെങ്കിലും എന്താ പറയുക, പച്ചക്കായൊക്കെ ഉണ്ടല്ലോ, നല്ല നാടൻ പച്ചക്കായ ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അത് അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുമുണ്ട്. പിന്നെ ആ മീൻ കറി ഒന്നും പറയാനില്ല, നല്ല പുളിയുള്ള അത്യാവശ്യം എരിവുള്ള നല്ല അടിപൊളി മീൻ കറിയാണ്. അതും പച്ചക്കായ ഉപ്പേരിയും പിന്നെ മുട്ട വറുത്തതും പിന്നെ നമ്മളെ പരിപ്പ് കറിയും എല്ലാം കൂട്ടി കുഴച്ച് കഴിക്കാണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ മീൻചാറ് അതിങ്ങനെ കുഴച്ച ചോറിൻ്റെ കൂടെ ഇങ്ങനെ പരിപ്പ് കറിയും കൂട്ടിയിട്ട് നല്ലപോലെ ഇങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കാൻ ഒടുക്കത്തെ ഫീലാണ്. സംഭവം ഇന്നത്തെ ഊണ് നല്ല അടിപൊളിയായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.